പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SSF സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് പ്രൌഢമായ സമാപനം. SSFന് പുതിയ നേതൃത്വം. ഫാറൂഖ് നഈമി പ്രസിഡന്റ്, റഷീദ് നരിക്കോട് ജനറൽ സെക്രട്ടറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിക്കാനാണ് മുഖ്യമന്ത്രി എത്തുന്നത്. ATM നിയന്ത്രണത്തിൽ ഇളവുമായി റിസർവ് ബാങ്ക്. ദിവസേന പിൻവലിക്കാവുന്ന പണത്തിന്റെ പരിധി 10,000 രൂപയാക്കി. ഗാന്ധിജിയുടെ ചിത്രത്തിന് പകരം മോദിയുടെ ചിത്രം പ്രതിഷ്ഠിച്ചത് അല്പത്തരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. PA മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി കൊല്ലം SSFന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. K അബ്ദുറഷീദ് നരിക്കോടാണ് ജനറൽ സെക്രട്ടറി. CK റാഷിദ് ബുഖാരി കോഴിക്കോട് ഫിനാൻസ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2 ദിവസമായി തിരൂരിൽ നടന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിലാണ് അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. SYS സംസ്ഥാന സെക്രട്ടറി S ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ IPB ഡയറക്ടർ M മുഹമ്മദ് സ്വാദിഖ്, റിസാല എക്സിക്യൂട്ടീവ് എഡിറ്റർ NM സ്വാദിഖ് സഖാഫി, SSF ദേശീയ സെക്രട്ടറി K അബ്ദുൽ കലാം എന്നിവരടങ്ങുന്ന പാനൽ ബോഡിയാണ് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. സമാപന സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് PA മുഹമ്മദ് ഫാറൂഖ് നഈമി, ജനറൽ സെക്രട്ടറി K അബ്ദുൾ റഷീദ് നരിക്കോട്, ഫിനാൻസ് സെക്രട്ടറി CK റാഷിദ് ബുഖാരി. ഇത്രയും ഭാരവാഹികൾ അടുത്ത കാലയളവിൽ SSFന്റെ ഭാരവാഹികളായി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതപ്രകാരം, സയ്യിദന്മാരുടെയും ഉലമാക്കളുടെയും സമ്മതപ്രകാരം ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ. മുൻ പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി പുതിയ പ്രസിഡന്റിന് പതാക കൈമാറി. ഭാഷാപിതാവിന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി ധാർമ്മിക വിപ്ലവം മുഴക്കി സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ചരിത്രം ആവർത്തിച്ചു. മദീന മഖ്ദൂമിന്റെ സ്മരണകൾ ഇരമ്പുന്ന തിരൂരിൽ ഹരിതധവള നീലിമയെ നെഞ്ചോട് ചേർത്ത് 10,000 വിദ്യാർത്ഥി റാലിയെ അലക്കടലാക്കി മാറ്റി. അധാർമികതയ്ക്കെതിരെ നിലക്കാത്ത ശബ്ദമായി നിലകൊള്ളുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിദ്യാർത്ഥിത്വം തിരൂരിന്റെ വീഥികളെ കൈയിലെടുക്കുകയായിരുന്നു. പാൻ ബസാറിൽ നിന്ന് ആരംഭിച്ച റാലിയുടെ മുൻനിര 3 കിലോമീറ്ററോളം അകലെയുള്ള സമാപന വേദിയിൽ സമാപിച്ചിട്ടും ആയിരങ്ങൾക്ക് തുടങ്ങിയിടത്ത് നിന്ന് മുന്നോട്ട് ഗമിക്കാൻ സാധിച്ചിരുന്നില്ല. അച്ചടക്കത്തോടെ നീങ്ങിയ റാലി വീക്ഷിക്കാനും അഭിവാദ്യം അറിയിക്കാനും പാതയോരങ്ങളിൽ ആയിരങ്ങളാണ് കാത്തുനിന്നത്. വാഹനഗതാഗതത്തിന് തടസ്സമില്ലാതെ വൻ ജനാവലി നടത്തിയ റാലി മാതൃകാപരമായി മാറി. ഒത്തുതീർപ്പല്ല നീതിയുടെ തീർപ്പുകളാവാൻ എന്ന പ്രമേയത്തിൽ രാവിലെ നടന്ന SSF സംസ്ഥാന പ്രതിനിധി സമ്മേളനം SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് കക്കാട് ഉദ്ഘാടനം ചെയ്തു. NM സ്വാദിഖ് സഖാഫി, ജലീൽ സഖാഫി കടലുണ്ടി, K അബ്ദുൽ കലാം വിവിധ സെഷനുകളിൽ പ്രസംഗിച്ചു. പുതിയ സംഘടനാ വർഷത്തേക്കുള്ള ഭാരവാഹികളെ പൊതുസമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ചു. വൈകുന്നേരം തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന പൊതുസമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുൽ ഉലമ E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് യൂസുഫുൽ ജീലാനി വയലത്തൂർ പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, NV അബ്ദുറസാഖ് സഖാഫി, മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നാളെ രാവിലെ 11-നാണ് ഉദ്ഘാടനം. കലാലയങ്ങൾ സാങ്കേതിക മികവിന്റെ കേന്ദ്രങ്ങളാകണമെന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. മർക്കസ് കോമ്പൌണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ ആധുനിക സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന പൊതുപരിപാടിയിൽ സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം നടത്തും. C മുഹമ്മദ് ഫൈസി റിപ്പോർട്ട് അവതരിപ്പിക്കും. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ആമുഖ പ്രഭാഷണം നടത്തും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, MLA മാരായ PT റഹീം, കാരാട്ട് റസാഖ്, ജോർജ് M തോമസ്, പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സമസ്ത ഉലമാ സമ്മേളനം മാർച്ച് 3, 4, 5 തീയതികളിൽ തൃശൂർ താജുൽ ഉലമ നഗറിൽ നടക്കും. മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരളീയ പരിസരം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗത്വ പൂർത്തീകരണത്തോടനുബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ നീലഗിരി, ദക്ഷിണ കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമായി 25,000 പണ്ഡിതർ സമ്മേളനത്തിൽ സ്ഥിരം പ്രതിനിധികളാവും. ഒന്നാം ദിവസമായ മാർച്ച് 3-ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുൽ ഉലമ E സുലൈമാൻ മുസ്ലിയാർ പതാക ഉയർത്തും.
തുടർന്ന് നടക്കുന്ന ബഹുജന സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികളും ആഗോള ഇസ്ലാമിക പണ്ഡിതരും സംബന്ധിക്കും. ആഗോളതലത്തിലെ ഇസ്ലാമിക ചലനങ്ങളും നവസാഹചര്യങ്ങളും ചർച്ച ചെയ്യുന്ന സമ്മേളനം വർത്തമാനകാല ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിന് ദിശാബോധം നൽകാനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കും. മതേതര ജനാധിപത്യ ഭൂമികയിൽ ഇസ്ലാമിക ദഅവക്കും സാന്ത്വന പ്രവർത്തനങ്ങൾക്കും പണ്ഡിതന്മാർക്ക് പരിശീലനം നൽകും. കേച്ചേരിയിൽ നടന്ന ബഹുജന സംഗമത്തിൽ വെച്ച് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉലമ സമ്മേളന പ്രഖ്യാപനം നടത്തി. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. PSK മൊയ്തുബാക്കവി സ്വാഗതം പറഞ്ഞു. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, പ്രൊഫസർ KM റഹീം, മജീദ് കക്കാട്, CP സേതൽവി ചെങ്ങര തുടങ്ങിയവർ പ്രസംഗിച്ചു. ATM നിയന്ത്രണത്തിൽ ഇളവുമായി റിസർവ് ബാങ്ക് ദിവസേന പിൻവലിക്കാവുന്ന പണത്തിന്റെ പരിധി 10,000 രൂപയാക്കി. ആഴ്ചയിൽ 24,000 രൂപ എന്ന പരിധി തുടരും. കറന്റ് അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന തുക 50,000-ൽ നിന്ന് 1,00,000 രൂപയായും വർദ്ധിപ്പിച്ചു. നോട്ട് അസാധുവാക്കലിന് ശേഷം മൂന്നാം തവണയാണ് ATM പരിധി ഉയർത്തുന്നത്. പുതിയ കറൻസിയുടെ ലഭ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് ATMകളിൽ നിന്ന് ദിവസേന പിൻവലിക്കാവുന്ന പണത്തിന്റെ പരിധി വർദ്ധിപ്പിച്ചത്. ഇതുവരെ 4,500 രൂപ പിൻവലിച്ചിരുന്ന സ്ഥാനത്ത് ഇനി 10,000 രൂപ വീതം ഒരു ദിവസം പിൻവലിക്കാം. എന്നാൽ ആഴ്ചയിൽ 24,000 രൂപ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ. വ്യാപാരികളും മറ്റും ഉപയോഗിക്കുന്ന കറന്റ് അക്കൌണ്ടുകളിൽ നിന്ന് ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുക ഇരട്ടിയാക്കി. 50,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയായാണ് പരിധി ഉയർത്തിയത്. ഓവർഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ് അക്കൌണ്ടുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയും 50,000-ൽ നിന്ന് 1,00,000-ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 500-ന്റെയും 1000-ന്റെയും പുതിയ നോട്ടുകൾക്കൊപ്പം 100, 50 നോട്ടുകളും കൂടുതലായി എത്തിയതോടെയാണ് പരിധി ഉയർത്താൻ RBIക്ക് കഴിഞ്ഞത്. ഗാന്ധിജിയുടെ ചിത്രത്തിന് പകരം നരേന്ദ്രമോദിയുടെ ചിത്രം പ്രതിഷ്ഠിച്ചത് അല്പത്തത്തിന്റെ അങ്ങേയറ്റമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ. സഹിഷ്ണുതയുടെ കാര്യത്തിൽ BJPയും CPMും കണക്കാണെന്ന് VM സുധീരനും പ്രതികരിച്ചു. ഒരു പ്രധാനമന്ത്രിയും ഇത്രയും താഴാൻ പാടില്ലെന്നായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം. ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളാണ് മോദി തുടർച്ചയായി സ്വീകരിക്കുന്നത്. ഈ മനോനില വെച്ചാണ് കേരളത്തിലെ RSSകാർ MTയെ മ്ലേച്ഛമായി ആക്രമിക്കുന്നതും കമലിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. MTക്കെതിരെ പ്രസ്താവന നടത്തിയവർ മാപ്പ് പറയണമെന്ന് മന്ത്രി AK ബാലൻ കോഴിക്കോട് ആവശ്യപ്പെട്ടു. പരാമർശം നടത്തിയ ആൾക്കാർ ഇനിയെങ്കിലും പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. MTക്ക് അതുകൊണ്ടൊന്നും ഒരു വർഷം ഉണ്ടാകാൻ പോകുന്നില്ല. അതേസമയം അസഹിഷ്ണുതയിൽ BJPയും CPMും ഒരു നാണയത്തിന്റെ വശങ്ങളാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ആരോപിച്ചു. BJPയുടെ സംസ്ഥാന നേതൃയോഗം കോട്ടയത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് അസഹിഷ്ണുതയുടെ പേരിലുള്ള നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിച്ചുവരുന്ന സഹായി ആതുര സേവന രംഗത്ത് പുതിയൊരു കാൽവെപ്പിനൊരുങ്ങുന്നു. ആധുനികവും വിപുലവുമായ സൌകര്യങ്ങളോടെയുള്ള നെഫ്രോളജി ക്ലിനിക് നിർമ്മിച്ചുകൊണ്ട് സേവനം വിപുലപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് സഹായി. 30 മെഷീനുകൾ ഉൾപ്പെടുന്ന വിപുലമായ ഡയാലിസിസ് സെന്റർ ക്ലിനിക്കിന്റെ പ്രധാന ഭാഗമായിരിക്കും. സൌജന്യ നിരക്കിൽ രോഗികൾക്ക് ഇതുവഴി ഡയാലിസിസ് സേവനങ്ങൾ ഉറപ്പുവരുത്തും. ഇതിനു പുറമെ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് ക്ലിനിക്കിന്റെ കീഴിൽ ആരംഭിക്കും. 2 വർഷമായിരിക്കും കോഴ്സിന്റെ കാലാവധി. ആതുര സേവന രംഗത്ത് വൻ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്ന് സഹായി വാദി സലാമിന്റെ പ്രചാരണാർത്ഥം മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾക്കൊപ്പം മലേഷ്യയിലെത്തിയ അബ്ദുള്ള സാദി ചെറുവാടി പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മലബാറിലെ പ്രധാനപ്പെട്ട 5 ജില്ലകൾ വയനാട്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ഈ ജില്ലകളിൽപ്പെട്ട പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കേന്ദ്രീകരിച്ചു. അവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് സഹായങ്ങൾ നൽകാൻ വേണ്ടി 20 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ജീവകാരുണ്യ സന്നദ്ധ സംഘടനയാണ് സഹായി വാദി സലാം. ഇന്നത് കോഴിക്കോട് ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ പോഷക ഘടകവും മർക്കസു സഖാഫത്ത് സുന്നിയയുടെ അവിഭാജ്യ ഘടകവുമാണ്. മെഡിക്കൽ കോളേജിന്റെ അഭിമുഖമായി നിൽക്കുന്ന 15,000 സ്ക്വയർ ഫീറ്റുള്ള മർക്കസ് നിർമ്മിച്ച കെട്ടിടത്തിലാണ് സഹായി വാദി സലാം പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസവും 500 പേർക്ക് സഹായി ഭക്ഷണം നൽകി വരുന്നു. രോഗികൾക്കും അവരുടെ കൂടെ നിൽക്കുന്നവരും. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഓരോ ദിവസവും നോമ്പു തുറക്കും അത്താഴത്തിനും 1,500-ൽ പരം വരുന്ന ആളുകൾ സഹായി വരാറുണ്ട്. അതുപോലെ തന്നെ 200-ലേറെ വളണ്ടിയേഴ്സ് അവർ എല്ലാ ദിവസവും അവരിൽ പ്രധാനപ്പെട്ടവർ വന്ന് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ നിന്ന് മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തോടുകൂടി കാഷ്വാലിറ്റിയിൽ നിന്ന്
അപകടത്തിൽപ്പെട്ടുവരുന്നവരെയും അത്യാഹിതങ്ങളിൽപ്പെട്ടുവരുന്നവരെയും ഏറ്റെടുത്ത് ആവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാം. വാർഡിൽ നോക്കാൻ ആളില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും ഹെൽപ്പുകളും ചെയ്യാം. അപകടത്തിൽ വീണ് മരിക്കുന്നവരെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകി മയ്യത്ത് കൊണ്ടുവന്ന് സഹായിയിൽ വിപുലമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ജനാസ കുളിപ്പിക്കാൻ. കാരണം അപകടത്തിൽപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയവരെ വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് സഹായിന്റെ സ്വന്തം ആംബുലൻസിൽ കയറ്റി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം തേടി ടെസ്റ്റിനും മരുന്ന് വാങ്ങാനും ഒക്കെ വരുന്നവർക്ക് അപ്പോഴുള്ള ഫണ്ടിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജിലോ പരിസരത്തോ ഹോസ്പിറ്റലുകളിലോ രക്തമായി ആവശ്യമായി വരുമ്പോൾ അവർക്ക് നമ്മൾ രക്തം നൽകുകയാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 16-ന് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലേക്ക് സഹായിയുടെ സന്നദ്ധ പ്രവർത്തകർ രക്തദാനം നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ പരിപാടി ജില്ലാ കലക്ടർക്ക് വന്ന് ഉദ്ഘാടനം ചെയ്ത് വളരെ വിപുലമായ രീതിയിൽ നടത്താൻ സാധിച്ചു. സഹായിയുടെ പ്രചാരണാർത്ഥം മലേഷ്യയിലെത്തിയ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾക്ക് മലേഷ്യൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വൻ സ്വീകരണമാണ് നൽകിയത്. ഷംസുദ്ദീൻ സൈദി ഗൂഡലൂർ, ഖമറുദ്ദീൻ സഖാഫി വെട്ടിച്ചിറ, ഇമാൻ റഷീദ് സഖാഫി ചോക്കാട്, അഷ്റഫ് സഖാഫി മുത്തങ്ങ, ഹാജി അലി ജിന്ന, മൊയ്തീൻ മുസ്ലിയാർ അടിവാരം, ഇസ്മായിൽ ഹാജി, ബഷീർ അസ്ഹരി മഅദീൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. 0113973332 എന്ന നമ്പറിൽ മലേഷ്യയിലെത്തിയ നേതാക്കളുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. എസ്എസ്എഫ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് പ്രൌഢമായ സമാപനം. എസ്എസ്എഫിന് പുതിയ നേതൃത്വം. ഫാറൂഖ് നഈമി പ്രസിഡന്റ്, റഷീദ് നരിക്കോട് ജനറൽ സെക്രട്ടറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിക്കാനാണ് മുഖ്യമന്ത്രി എത്തുന്നത്. എടിഎം നിയന്ത്രണത്തിൽ ഇളവുമായി റിസർവ് ബാങ്ക്. ദിവസേന പിൻവലിക്കാവുന്ന പണത്തിന്റെ പരിധി 10,000 രൂപയാക്കി. ഗാന്ധിജിയുടെ ചിത്രത്തിന് പകരം മോദിയുടെ ചിത്രം പ്രതിഷ്ഠിച്ചത് അല്പത്തരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതോടെ കെഎംഎസി ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.